ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് കളറിങ് കോമ്പറ്റീഷനാണ്. കുറേ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടാവും. നമ്മുടെ സെലക്സ് മാളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ അതിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. 67 എനിക്ക് ചെസ് നമ്പർ കിട്ടിയത്. 111 കുട്ടികളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത് കേട്ടോ. പ്ലേ സോണിൽ പോയി ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വഴിയേ പറയുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ. പ്ലേ സോൺ എന്നത് ഒരു ഗെയിമിൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ പോയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വഴിയേ പറയാം. ഈ ചേച്ചിയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ റൂൾസും ഒക്കെ പറഞ്ഞ് തന്നത്. 1 എന്ന് പറയുമ്പോൾ ക്ലാപ്പ് അടിക്കണം. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ മിണ്ടാണ്ട് കൈ കെട്ടി ഇരിക്കണം. അങ്ങനെ കുറേ ഗെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലാപ്പ് ഏത് ഗ്രൂപ്പാണ് അടിപൊളിയായി അടിക്കണേ അവരായിരിക്കും വിന്നർ എന്ന് വെറുതെ ഗെയിം കളിച്ചതാണ്. അപ്പം 3rd ഗ്രൂപ്പിലായിരുന്നു ഞാൻ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ 3rd ഗ്രൂപ്പിന് എന്നെ ഫസ്റ്റ് കിട്ടി കേട്ടോ. അപ്പം അതിന് സമ്മാനമൊന്നുമില്ല, വെറുതെ കളിച്ചതാണ്. ഈ ഒരു പേപ്പറില്ലേ, ആ പേപ്പറിൽ നോക്കിയിട്ടാണ് നമ്മുടെ ചിത്രത്തിന് നമ്മൾ കളർ അടിക്കേണ്ടത്. ഞാനത് എങ്ങനെയൊക്കെയാണോ എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ അപ്പുറത്ത് കുറേ കുട്ടികളുണ്ട്, അവരൊക്കെ നന്നായി അടിച്ചു. അതേ ഞാനവിടെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിഴലായിട്ട് നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ നിഴലായിട്ട് ഇത്തിരി നിഴലുകളിന് ഞാൻ കളർ കൊടുത്തു. അവിടെ നിഴലുകളെല്ലാം നോക്കുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം ഞാൻ എന്തിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു മെറൂൺ കളർ വേണം അതിനടിക്കാൻ വേണ്ടി. ഞാൻ റെഡും ബ്രൗണും മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ചെറിയൊരു മെറൂൺ കളറൊക്കെ കിട്ടി. ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ബ്രൗൺ കളർ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. കുറേ കുട്ടികളുണ്ടായിരുന്നു. 111 കുട്ടികളാണ്. 100നും മേലെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അതേ കുറേ കുട്ടികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയിൽ. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ചിത്രം തന്നെയാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ മറ്റേ കുതിരേൻ്റെ വണ്ടി പോലെയല്ലേ, അതിൽ ആ കുതിരയല്ല മാനിൻ്റെ വണ്ടി പോലെയുള്ള വണ്ടിയുണ്ട്, മാനില്ല. പിന്നെ പ്ലേ സോണാണ്. നമുക്ക് പ്ലേ സോണിൻ്റെ ഫാമിലിയാണ് നമുക്ക് ഈ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചത്. അവരാണ് ക്യാഷ് പ്രൈസൊക്കെ കൊടുക്കുന്നത്. ക്യാഷ് പ്രൈസാണ്, പൗച്ചറാണ്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് 3000 രൂപ, സെക്കൻഡ് കിട്ടുന്നവർക്ക് 2000 രൂപ, തേർഡ് കിട്ടുന്നവർക്ക് 1000 രൂപയാണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. വൗച്ചറാണ്. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സമ്മാനം കൂടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസിന് 3500, സെക്കൻഡ് പ്രൈസിന് 2500, തേർഡിന് സാധാ പോലെ തന്നെ 1000 തന്നെ ക്യാഷ് പ്രൈസായിട്ട് കൊടുക്കും. ഞാനിവിടെ എനിക്ക് പറ്റണ പോലെ കളറടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികൾ കളറടിക്കുന്നുണ്ട്. എൻ്റെ കളറടിച്ച് കഴിയാറായി. ഞാൻ പ്ലേ സോണ് കളറടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു, അത് കളറടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം എൻ്റെ ഫുള്ളായിട്ട് കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞപ്പോൾ ഞാനവിടെ വെറുതെ ഇരിക്കുകയാണ്. 19 സെക്കൻഡല്ല, മിനിറ്റ് മുന്നേ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. കണ്ട, ഞാൻ അപ്പുറത്താണ് ഇരിക്കണത്. കണ്ട, എൻ്റെ കഴിഞ്ഞു. ഞാനിത്തിരി ടച്ചിങ് ചെയ്യാണ്, കാരണം വൈറ്റ് ഉള്ളതൊക്കെ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മമാർക്കും ഇവിടെ ചെയ്യാൻ കുറേ ആക്ടിവിറ്റീസ് ഈ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറോസ്. കണ്ടില്ലേ, ഞാൻ വരച്ച ചിത്രമാണ്. ഞാൻ ഇങ്ങനെയാണ് കളറടിച്ചത്. നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്തു. കളറിങ് കോമ്പറ്റീഷൻ ആയതാട്ടോ. അപ്പോൾ അതെ, എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി ഈ സൂപ്പർ ഹീറോ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൂപ്പർ ഹീറോയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൽ ഇത്തിരി ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
പിന്നെ പ്രൈസിനെ പറ്റി ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു. പ്രൈസ് കിട്ടിയിട്ടേ ഞാനത് പറയുള്ളൂ. എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളത് ഒരു സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പം അത് എല്ലാവരും കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ റിസൾട്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പ്രോത്സാഹന സമ്മാനമായിട്ട് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നല്ല, സർട്ടിഫിക്കറ്റും അതുപോലെ 100 രൂപയുടെ വൗച്ചറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവർക്കും കിട്ടും, ഫസ്റ്റും സെക്കൻഡും എല്ലാവർക്കും കിട്ടും. അപ്പം എല്ലാവർക്കും അത് വിതരണം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പറഞ്ഞത്. എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്തു കേട്ടോ. കുറേ കുട്ടികളുടെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്ഷൻ ചെയ്തിട്ടാണ് കൊടുത്തത്. ഫസ്റ്റ് കിട്ടിയത് ഒരു പെൺകുട്ടിക്കാണ്, സെക്കൻഡ് കിട്ടിയത് ഒരു ആൺകുട്ടിക്കാണ്, തേർഡ് കിട്ടിയതും ഒരു പെൺകുട്ടിക്കാണ്. അപ്പം പരിപാടി കഴിഞ്ഞിട്ടില്ല. കണ്ട, എനിക്ക് തേർഡ് പ്രൈസാണ് കിട്ടിയത്. ഞാൻ വിന്നറായി. അപ്പോൾ ഈ തേർഡ് പ്രൈസിന് 1000 രൂപയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 1000 രൂപ വൗച്ചറും 1000 രൂപ ക്യാഷും കിട്ടി, 100 രൂപയുടെ വൗച്ചറും കിട്ടി. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്ലേ സോണിൽ പോയി എൻജോയ് ചെയ്ത് കളിക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഈ പ്ലേ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ പ്ലേ സോണിൽ വന്ന് എന്ത് കളി വേണമെങ്കിലും ചെയ്യാം, ഒരു വർഷം മാത്രം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സൂപ്പർ ഹീറോസിൻ്റെ കൂടെ ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. കണ്ട, സൂപ്പർ ഹീറോയുടെ കൂടെ ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പ്ലേ സോണിൽ കയറി ഗെയിം കളിക്കാൻ തുടങ്ങി. ആൻ്റപ്പൻ ഇവിടെ കളിയോടെ കളിയാണ്. ഞാൻ വണ്ടി ഓടിക്കാൻ ഫസ്റ്റ് തന്നെ വണ്ടി ഓടിക്കാൻ കയറി. പിന്നെ ഞാൻ സിനിമ കണ്ടു, മറ്റേ ഷോർട്ട് മൂവിയില്ലേ, അത് ഷോർട്ട് ഫിലിം, അത് ഞങ്ങൾ കണ്ടു. മറ്റേ കണ്ണാടി പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് കുലുങ്ങിയിട്ട് അങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കയറി. നല്ല അടിപൊളിയായിരുന്നു. കുറേ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് കളിക്കാൻ കേട്ടോ. ആൻ്റപ്പൻ ഇവിടെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് ബൈക്ക് ഓടിച്ചു കഴിഞ്ഞു. ലെവൽ 1ഉം 2ഉം അല്ല, ഒരാൾക്ക് ലെവൽ 1 മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. 2 വേണമെങ്കിൽ കണ്ടിന്യൂ എന്നവരെ എഴുതി കാണിക്കും. കണ്ടിന്യൂ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പൈസ കൊടുത്താൽ മാത്രമേ രണ്ടാമതും നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ നമുക്ക് പൈസ കൊടുക്കണ്ട, നമ്മൾ വൗച്ചർ ചെയ്തതുകൊണ്ട് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ സൂപ്പർ ഹീറോസൊക്കെ ഈ പ്ലേ സോണിൽ വന്ന് ഓരോ കുട്ടികൾ കളിക്കണതൊക്കെ നോക്കി. അപ്പം അതേ ആൻ്റപ്പൻ ഇവിടെ വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരെ വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.